ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡിസ്മെനോറിയ എന്നുള്ള രോഗലക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ മാസക്കുളി വരുന്ന സമയത്ത് വേദനയാണ് ഡിസ്മെനോറിയ എന്ന് വെച്ചാൽ പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ. അതാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഫിസിയോളജിക്കലായിട്ട് ചിലപ്പോൾ ഓവുലേറ്ററി സൈക്കിൾസിൽ അത് കാണാവുന്നതാണ്. ചില വേറെ കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഓവറിയിൽ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ എഡിനോമയോസിസ് അങ്ങനത്തെ ഉള്ള രോഗങ്ങളിലും അത് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വ്യത്യാസപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്. ഒന്ന് പ്രൈമറി ഡിസ്മെനോറിയ, അല്ലാത്തത് സെക്കൻഡറി ഡിസ്മെനോറിയ. അപ്പോൾ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ യൂഷ്വലി മാസക്കുളി വന്നിട്ട് 1 വർഷം മുതൽ 2 വർഷം കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ വരുന്നതാണ് പ്രൈമറി ഡിസ്മെനോറിയ. അതെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഈ പെൽവിക് പെത്തോളജി എന്ന് വെച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും കാണാറില്ല. അത് ഈ ഓവുലേറ്ററി സൈക്കിൾസ് എന്ന് വെച്ചാൽ മാസമുറ വന്ന് 2 വർഷം കൊണ്ടാണ് ഓവുലേറ്ററി സൈക്കിൾസ് ആവുന്നത്. അതുകൊണ്ടാണ് യൂഷ്വലി ഇങ്ങനെ വേദന കൂടുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ മെൻസസ് വരുന്ന സമയത്ത് യൂട്രസിൻ്റെ കോൺട്രാക്റ്റിലിറ്റി ഉള്ളപ്പോഴും പിന്നെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അത് ഉണ്ടാവുമ്പോഴും ഈ കോൺട്രാക്റ്റിലിറ്റി കൂടുമ്പോഴും ആണ് ഈ വേദന വരുന്നത്. അപ്പോൾ യൂഷ്വലി മാസക്കുളി വന്ന് അന്നത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ വയറുവേദന തുടങ്ങുന്നത്. എന്നിട്ട് ഈ ബ്ലീഡിങ് കഴിയാറാവുമ്പോൾ 2 ദിവസത്തിലകം ഈ പ്രൈമറി ഡിസ്മെനോറിയ കുറയുന്നതാണ്. വേദന യൂഷ്വലി അടിവയറ്റിലായിരിക്കും കാണുന്നത്, ക്രാമ്പിങ് പെയിനായിട്ടായിരിക്കും കാണുന്നത്. ചില പേരിൽ ചിലപ്പോൾ ഛർദിൽ, ചിലപ്പോൾ ബാക്ക് പെയിൻ, ചിലപ്പോൾ അത് കൂടുതൽ സിവിയർ ആയാൽ ചിലപ്പോൾ ഫെയിൻറ്റിങ് അറ്റാക്സ്, കൊളാപ്സ് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ചില പേർക്ക് ചിലപ്പോൾ മൈൽഡായിട്ട് തലവേദന അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്ന്, ചില പേർക്ക് ചിലപ്പോൾ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡയറ്റ് കൺട്രോൾ ചെയ്താൽ ചിലപ്പോൾ അത് മാറാം. പിന്നെ അതിലൊന്നും മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ വേദന സംഹാരി ഉപയോഗിക്കേണ്ടതാണ്. വേദന സംഹാരി എന്ന് പറഞ്ഞാൽ NSAIDs. അപ്പോൾ അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഹാരത്തിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ കുറയുന്നില്ല അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം. പിന്നെ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഉള്ളതാണ് സെക്കൻഡറി ഡിസ്മെനോറിയ. സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ ഈ പെൽവിക് പെത്തോളജി എന്തെങ്കിലും ഉള്ളപ്പോൾ ഉള്ള പെയിൻഫുൾ മെൻസ്ട്രുവേഷനാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻഡോമെട്രിയോസിസ്, പിന്നെ എഡിനോമയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, പിന്നെ കഞ്ചെൻറ്റൽ അനോമലീസ് ഓഫ് ദി യൂട്രസ്. അപ്പോൾ ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ. ചിലപ്പോൾ യൂട്രസിൻ്റെ അകത്ത് പോളിപ്പ് ഉണ്ടെങ്കിലും ചിലപ്പോൾ സെക്കൻഡറി ഡിസ്മെനോറിയ വരാവുന്നതാണ്. അതപ്പോൾ ഈ മാസമുറ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമായിരിക്കും ചിലപ്പോൾ ഈ ഡിസ്മെനോറിയ വരാവുന്നത്. അപ്പോൾ ഈ പെയിനിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രൈമറി ഡിസ്മെനോറിയയിൽ യൂഷ്വലി മെൻസസ് വരുന്ന ആ ദിവസം ആയിരിക്കും വേദന വരുന്നത്. അത് 1-2 ദിവസത്തിൽ അത് കുറയുന്നതാണ്. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസക്കുളി വരുന്നതിന് ജസ്റ്റ് മുമ്പേ തൊട്ട് തന്നെ പെയിൻ തുടങ്ങും. പിന്നെ മെൻസസ് ബ്ലീഡിങ് നടക്കുന്ന സമയത്തും പെയിൻ കാണും. അത് കഴിഞ്ഞും ചില പേർക്ക് ചിലപ്പോൾ പെയിൻ കാണാം. അപ്പോൾ ഈ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കഠിനമായിരിക്കാം. അപ്പോൾ എന്തായാലും ഗുളികയൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരാം. അതിലും ചിലപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എല്ലാ മാസവും എടുക്കേണ്ടി വരാം. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ എന്തായാലും ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം. അപ്പോൾ അതിൽ ഈ എൻഡോമെട്രിയോസിസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓവറിയിൽ സിസ്റ്റായിട്ട് കാണാം. പിന്നെ എഡിനോമയോസിസ് ആണെങ്കിൽ യൂട്രസിൻ്റെ വോളിൽ എന്ന് വെച്ചാൽ ഒരു കട്ടി കൂടുതലായിട്ട് കാണാം.
പിന്നെ ഉള്ളത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അതെന്ന് പറഞ്ഞാൽ യൂട്രസും ഓവറി അവിടെയൊക്കെ ഇൻഫെക്ഷൻ വരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ് അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണാവുന്നതാണ്. പിന്നെ ഉള്ളത് യൂട്രൈൻ പോളിപ്പ്. യൂട്രൈൻ പോളിപ്പ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അകത്ത് ഒരു തടിപ്പ് പോലെ വരുന്നതാണ്. അപ്പോൾ ഈ മാസക്കുളി വരുന്ന സമയത്ത് ഈ യൂട്രൈൻ സ്പാസം ഒക്കെ കൂടിയിട്ട് അതിന് കാരണമാണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ അസുഖത്തിനും ഓരോ ചികിത്സാ രീതിയാണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ അത് പെയിൻ കൂടുതലാണെങ്കിൽ ആദ്യമേ ഈ വേദന സംഹാരി കഴിക്കാം. അതിൽ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോർമോണൽ മെത്തേഡ്സ് എന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതെല്ലാം ഈ ഒരു ഡോക്ടർ നോക്കി അത് കഴിച്ചൂടെ നോക്കിയിട്ടേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കുട്ടികൾ വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ റിലീസിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ചിലപ്പോൾ ഈ മാസമുറ കുറഞ്ഞു വന്ന് അപ്പോൾ ഈ വേദനയും കുറയുന്നതാണ്. അപ്പോൾ പിന്നെ ഉള്ളതാണ് സർജറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ സെക്കൻഡറി ഡിസ്മെനോറിയയ്ക്ക് മാത്രമല്ല, എന്ന് വെച്ചാൽ എൻഡോമെട്രിയോസിസ് അതിനൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. എൻഡോമെട്രിയോസിസിൽ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ഡിസ്മെനോറിയ എന്ന് വെച്ചാൽ പെയിൻഫുൾ മെൻസ്ട്രുവേഷനെ കുറിച്ചാണ്. അത് 2 തരമുണ്ട്. പ്രൈമറി ഡിസ്മെനോറിയ ഉണ്ട്, സെക്കൻഡറി ഡിസ്മെനോറിയ ഉണ്ട്. അപ്പോൾ പ്രൈമറി ഡിസ്മെനോറിയ മാസക്കുളിയുടെ സമയത്ത് മാത്രമായിരിക്കും. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കഠിനമായിട്ട് എന്തെങ്കിലും പെൽവിക് പെത്തോളജി ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ കഠിനമായിട്ടുള്ള വേദനയുണ്ട്, അത് വേദന സംഹാരി കഴിച്ചിട്ടും മാറുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെ കണ്ട് വിദഗ്ധ അഭിപ്രായം തേടേണ്ടതാണ്.